ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഇങ്ങനെ ഡാമേജ് ആയ സ്പീക്കർ, ബൂഫർ, സബൂഫർ ഇതൊക്കെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പം ഈ ഒരു അവസ്ഥയിലുണ്ടായിരുന്ന സ്പീക്കർ ഞാനിവിടെ ഈ കാണുന്ന രീതിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴയ സ്പീക്കർ, ബൂഫർ, സബൂഫർ ഇതൊക്കെ കംപ്ലൈൻ്റ് ആണെങ്കിലും കളയേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നെല്ലാം കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്പീക്കർ ആക്രിക്കടയിൽ നിന്നും 50 രൂപ കൊടുത്ത് മേടിച്ചാണ്. ഈ ഒരു സ്പീക്കറിനോട് നമുക്കൊരു FM റേഡിയോ കൂടി ഈ ഒരു ആക്രിക്കടയിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോസ് ഉടനെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ എനിക്കിവിടെ കിട്ടിയേക്കുന്നത് 6 ഇഞ്ചിൻ്റെ 40 വാട്ട്സിൻ്റെ 8 ohmസിൻ്റെ സ്പീക്കറാണ്. അപ്പോൾ സ്പീക്കറുകൾക്കും അതുപോലെ ബൂഫറുകൾക്കൊക്കെ ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള 2 കംപ്ലൈൻ്റ് ആണ്. ഒന്ന്, വാട്ട്സ് കൂടിയ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കോയിൽ കത്തിപ്പോകുന്നു. അതല്ലെങ്കിൽ ഈ കാണുന്ന പോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ പേപ്പറൊക്കെ ഡാമേജ് ആയും അതുപോലെ തുള വീണൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നാലും നമുക്കിതൊക്കെ സ്വയമേ കുറഞ്ഞ ചിലവ് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും വീണ്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ സ്പീക്കറിൻ്റെ കോൺ പേപ്പർ ഡാമേജ് ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മാറുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയുള്ള കോൺ പേപ്പറുകൾ 3 തരത്തിലുള്ളതാണ് മേടിക്കാൻ കിട്ടുന്നത്. സ്പീക്കറിന് ഉപയോഗിക്കാനുള്ളത്, ബൂഫറിന് ഉപയോഗിക്കാനുള്ളത്, അതുപോലെ സബൂഫറിന് ഉപയോഗിക്കാനുള്ളത്. അപ്പം സ്പീക്കർ, ബൂഫറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇങ്ങനെയുള്ള ഡസ്റ്റ് ക്യാപ്പ്, അതുപോലെ പല സൈസിലുള്ള കോൺ പേപ്പറുകൾ. ഈ കാണുന്ന 6 ഇഞ്ചിൻ്റെ ബൂഫറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കോൺ പേപ്പറാണ്. ഇത് 8 ഇഞ്ചിൻ്റെ ബൂഫറിന് ഉപയോഗിക്കാൻ പറ്റിയ കോൺ പേപ്പറാണ്. അതുപോലെ 4 ഇഞ്ച് മുതലുള്ള സ്പീക്കർ, ബൂഫറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കോയിലുകളും മേടിക്കാൻ കിട്ടും ഇങ്ങനെയുള്ള. പിന്നെ ഇങ്ങനെയുള്ള കോൺ പേപ്പറുകൾ 4 ഇഞ്ച്, 6 ഇഞ്ച്, 8 ഇഞ്ച്, 10 ഇഞ്ച്, 12 ഇഞ്ച് എന്നിങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. അതുപോലെ സ്പീക്കറുകൾക്ക് ഉപയോഗിക്കുന്ന കോൺ പേപ്പറിന് തീരെ കട്ടി കുറവായിരിക്കും. ബൂഫറിനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി കട്ടി ഉണ്ടാവും. സബൂഫറിനാകുമ്പോൾ നല്ല രീതിയിലുള്ള കട്ടി ഉണ്ടാവും. അതുപോലെ ഫുൾ റേഞ്ച് സ്പീക്കറിൻ്റെയൊക്കെ കോൺ പേപ്പർ മാറിയിട്ട് ഇതുപോലെ ബൂഫറിൻ്റെ പേപ്പർ ഇടുവാണെങ്കിൽ ബൂഫറായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനും പറ്റും സ്പീക്കർ. അതുപോലെ ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ ബൂഫറിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കോൺ പേപ്പർ മേടിച്ച സമയത്ത് 38 രൂപയാണ് ആയത്. പിന്നെ ഇങ്ങനത്തെ ഡസ്റ്റ് ക്യാപ്പ് മേടിച്ചു. ഇതിന് ഒരെണ്ണത്തിന് 5 രൂപ വെച്ചാണ് ആയത്. പിന്നെ ഞാനിവിടെ വാങ്ങിയത് 6 ഇഞ്ചിൻ്റെ ബൂഫറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കോൺ പേപ്പറാണ്. ഇതിന് ഒരെണ്ണത്തിന് 15 രൂപയാണ് ആയത്. അപ്പോൾ പേപ്പർ ഡാമേജ് ആയ സ്പീക്കറോ ബൂഫറൊക്കെ നന്നാക്കി എടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ കോൺ പേപ്പറും ഡസ്റ്റ് ക്യാപ്പും പിന്നെ ഇത് ഒട്ടിക്കാനുള്ള പശയാണ് ആവശ്യം. ഞാനിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫെവി ബോണ്ടാണ്. സ്പീക്കറൊക്കെ ഒട്ടിക്കാനുള്ള പ്രത്യേകതരം പശകളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ലോക്കലായിട്ടുള്ള കടകളിലൊന്നും മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ നമുക്കിതൊക്കെ ഉപയോഗിച്ചും ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഞാനിവിടെ വാങ്ങിയേക്കുന്ന 25 ml ഈ ഒരു ഫെവി ബോണ്ടിന് 35 രൂപയാണ് ആയത്. ഇതിൻ്റെ ചെറിയ ട്യൂബുകൾ മേടിക്കാൻ കിട്ടും. അത് മതിയാവും നമുക്ക് സ്പീക്കറൊക്കെ ഒട്ടിക്കാൻ. ഇത് ഒരുപാട് മിച്ചം വരും. അതുപോലെ ഫെവി ബോണ്ട് ഇത് ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിലും അതുപോലെ ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ ചെറിയ ടൈപ്പ് ട്യൂബാണെങ്കിൽ 15 രൂപ കിട്ടും. പിന്നെ ഞാനിവിടെ ഈ ഒരു ഡസ്റ്റ് ക്യാപ്പ് അതുപോലെ ഈ കോൺ പേപ്പർ എല്ലാം മേടിച്ചത് തൊടുപുഴ ഹൈടെക് ഇലക്ട്രോണിക്സിൽ നിന്നാണ്. അതുപോലെ കോയിലും അതുപോലെ സ്പൈഡറെല്ലാം ഈ ഒരു ഷോപ്പിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ ഇടുന്ന മിക്ക ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്പീക്കർ ആഗ്രക്കടയിൽ നിന്ന് മേടിച്ചതായതുകൊണ്ട് ഇതിൻ്റെ കോയിലിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കതൊന്ന് ആദ്യമേ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ സ്പീക്കറുകളിലൊക്കെ കോയിൽ കത്തിയതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സ്പീക്കറിൻ്റെ പുറകിൽ എത്ര ഓംസിൻ്റെ ആണെന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു സ്പീക്കർ 8 ohmസിൻ്റെയാണ്, ചിലത് 4 ohmസിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് മൾട്ടിമീറ്റർ എടുക്കുക. മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി മോഡോ അതല്ലെങ്കിൽ ഓംസ് ചെക്ക് ചെയ്യുന്ന മോഡിൽ ഇട്ടാലോ മതി. അത് കഴിഞ്ഞ് മൾട്ടിമീറ്ററിൻ്റെ 2 പ്രൂവും ഇതുപോലെ കൂട്ടിമുട്ടിച്ച് ഷോർട്ട് ചെയ്ത് നോക്കുക. 0 വാല്യൂ ആണ് കാണിക്കുന്നതെന്ന്. മൾട്ടിമീറ്ററിൻ്റെ കേബിൾ കണക്ട് ചെയ്തേക്കുന്ന ലൂസൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് റീഡിങ് കാണിക്കും. അപ്പോൾ മൾട്ടിമീറ്ററിൽ കേബിൾ നല്ലപോലെ മുറുക്കി കണക്ട് ചെയ്തിട്ട് വേണം ഇതുപോലെ ഷോർട്ട് ചെയ്ത് നോക്കാൻ. ഇതുപോലെ 0 ആക്കിയിട്ട് വേണം നമുക്ക് സ്പീക്കറിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാനായിട്ട്. ഇനി ഈ 2 വയറുകൾ നമ്മൾ സ്പീക്കറിൻ്റെ 2 ലെഗിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് സ്പീക്കറിൽ കൊടുത്തേക്കുന്ന 8 ohms അത് തന്നെയാണ് ഈ മൾട്ടിമീറ്ററിലും കാണിക്കുന്നതെങ്കിൽ സ്പീക്കറിൻ്റെ കോയിലിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ സ്പീക്കറിൻ്റെ കോയിലിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് 8 ohms തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ സ്പീക്കറുകളും ബൂഫറുകളൊക്കെ നമ്മൾ ഇതുപോലെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്പീക്കറിലും ബൂഫറിലേക്ക് കൊടുത്തേക്കുന്ന ഓംസിനേക്കാളും കുറവാണ് റീഡിങ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണം പവർ ഓഡിയോ ആംപ്ലിഫയറിലേക്കാണ് നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്തിങ്ങനെ ഉപയോഗിക്കുന്നതെങ്കിൽ സ്പീക്കറിൻ്റെ കോയിൽ ഹീറ്റായിട്ട് അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഒരുക്കി ഷോർട്ടാവും കോയിൽ. അപ്പോൾ അങ്ങനെ ഷോർട്ടായ സ്പീക്കറുകളൊക്കെ ആണെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് സ്പീക്കറിൽ കൊടുത്തേക്കുന്നതിനേക്കാളും കുറവായിരിക്കും ഓംസ് റീഡിങ് കാണിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ സ്പീക്കറിൻ്റെ കോയിലിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇതിൻ്റെ പേപ്പർ മാത്രമാണ് ഡാമേജ് അയക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് കാണിച്ചു തരാം. കോയിൽ മാറുന്നതിൻ്റെ വീഡിയോ പിന്നീട് ഒരിക്കൽ ചെയ്യാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പഴയ പേപ്പറെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇത് ഫുൾ റേഞ്ച് സ്പീക്കർ ആയതുകൊണ്ട് ഇതിൽ തീരെ കട്ടി കുറഞ്ഞ പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം സ്പീക്കറുടെ ഈ കോൺ പേപ്പറിന് തീരെ കട്ടി കുറവായിരിക്കുന്ന സമയത്ത് സൗണ്ട് കൂടുതൽ കിട്ടും, പക്ഷേ ബാസ് ഒന്നും വലിയതായിട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധാരണ സ്പീക്കറിൻ്റെ ഈ കോൺ പേപ്പർ മാറ്റിയിട്ട് കട്ടി കൂടിയ ബൂഫറിനൊക്കെ ഉപയോഗിക്കുന്ന കോൺ പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബാസ് കൂടുതൽ കിട്ടും. അങ്ങനെയാണ് സ്പീക്കറിനെ ബൂഫറായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിന്ന് അങ്ങനെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്പീക്കറിൻ്റെ കോയിൽ മാറേണ്ടാത്തതുകൊണ്ട് ഈ ഒരു പോർഷൻ നമ്മളിപ്പം കട്ട് ചെയ്ത് കളയുന്നില്ല. ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തിട്ടാണ് അവിടെ ക്ലിയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന സമയത്ത് ഒരുപാട് താഴേക്ക് കത്തി ഇറക്കരുത്, അടിയിലുള്ള സ്പൈഡ് കട്ടായി പോകും. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത് ഈ ഒരു പോർഷൻ നമുക്കിനി ഇതിൽ നിന്ന് വലിച്ചു കയറി കളയാം. ഈ സ്പീക്കറിൻ്റെ മുകളിൽ എന്തോ ഒരുപാട് വെയിറ്റ് ഉള്ള സാധനം എന്താ കയറ്റി വെച്ചതിൻ്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ സ്പൈഡറെല്ലാം ചളങ്ങിപ്പോയിട്ടുണ്ട്. ഇത് നമുക്ക് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയോണ്ടൊക്കെയാണ് ഈ ഒരു അവസ്ഥയിലായത്. കോയിലും സ്പൈഡറൊക്കെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ പിന്നീട് ഒരിക്കൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കോയിലിന് ചുറ്റുമുള്ള പഴയ പേപ്പറെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലാണ് നമുക്കിതിലേക്ക് പുതിയ കോൺ പേപ്പർ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെയുള്ള ബീഡിങ് ഇത് പൊക്കിയെടുക്കണം.
ഇത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും എല്ലാം ഒന്ന് പതിയെ ഒന്ന് തിക്കിയിട്ട് വേണം ഇത് പൊക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇത് പൊക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ കടിക്കുന്ന പശയും അതുപോലെ പഴയ പേപ്പറിൻ്റെ വേസ്റ്റ് ഇതെല്ലാം നമുക്കൊന്ന് കുത്തി ഇളക്കി കളയണം. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞെങ്കിലാണ് നമ്മൾ പുതിയ പേപ്പർ കിട്ടുന്ന സമയത്ത് കറക്റ്റ് ഇതിലേക്ക് സീറ്റിംഗ് ആവുള്ളൂ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ഫോം ക്ലീനറാണ് ഉപയോഗിക്കുന്നത്. ഇത് ആക്രിക്കടയിൽ നിന്ന് മേടിച്ച സാധനമായിട്ട് ഇതിൽ ഫുള്ളായിട്ട് ചെളിയും പൊടിയൊക്കെയാണ്. ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇരിക്കുന്ന സ്പീക്കറാണെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട കാര്യമില്ല. ഇത് ആക്രിക്കടയിൽ നിന്ന് ഞാനിവിടെ മേടിച്ചതുകൊണ്ടാണ് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോം ക്ലീനർ ഇതുപോലെ സ്പ്രേ ചെയ്ത് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കോട്ടൺ വേസ്റ്റോ അല്ലെങ്കിൽ മൈക്രോ ഫൈബർ ക്ലോത്ത് എന്തെങ്കിലും ഉപയോഗിച്ച് വൈപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഈ സ്പീക്കർ ക്ലീൻ ചെയ്ത് ഈ കാണുന്ന രീതിയിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കോയിലിൻ്റെ സൈഡെല്ലാം ചളങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെയിറ്റ് എന്തോ വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിവൃത്തിയെടുത്ത് സെറ്റാക്കാനുണ്ട്. അങ്ങനെ ഞാനിവിടെ ഇതിൽ പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് കോൺ പേപ്പർ കൂടെ വെച്ച് ഒട്ടിച്ചെടുക്കാനാണുള്ളത്. അപ്പോൾ ഈ കോൺ പേപ്പറിൻ്റെ സൈഡ് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലാണ് അത് കറക്റ്റായിട്ട് ചേർന്നിരിക്കുകയുള്ളൂ. അങ്ങനെ ഞാനിവിടെ ഈ കോൺ പേപ്പറിൻ്റെ ഈ സൈഡ് കുറച്ച് കട്ട് ചെയ്ത് കളയുവാണ് റൗണ്ടിൽ. അപ്പോൾ ഇതിങ്ങനെ ഓവറായിട്ട് കട്ട് ചെയ്ത് കളയാൻ പാടില്ല. കോയിലിൻ്റെ ആ ഒരു പുറമേ ഉള്ള പേപ്പർ അത് ഈ ഒരു ഹോളിലൂടെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഈ ഒരു പേപ്പർ കട്ട് ചെയ്തേക്കുന്നത് കറക്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ കോൺ പേപ്പറൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി കറക്റ്റ് സീറ്റിംഗ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം പേപ്പർ പശയൊക്കെ ഇട്ട് ഒട്ടിക്കാൻ. അതുപോലെ കോയിലിൻ്റെ ഈ കണക്ഷൻ ഇവിടെ നിന്ന് വിടിയിച്ചിട്ട് പുതിയ പേപ്പറിനെ മുകളിൽ വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ ശരിക്കും. അപ്പോൾ ഇതൊക്കെ ചിലതൊക്കെ നല്ല കട്ടി കൂടിയ പശയൊക്കെ ഇട്ട് ഒട്ടിച്ചുകൊണ്ട് നമുക്കിത് കുത്തിപ്പൊളിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ ഓവറായിട്ട് കുത്തിപ്പൊളിച്ച് കളയേണ്ട, ചിലപ്പോൾ കോയിൽ കട്ടായി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഒരു കോയിലിൻ്റെ പോർഷൻ നന്നായിട്ട് പശയിട്ട് പുതിയ പേപ്പറിൻ്റെ അടിഭാഗത്ത് ചേർത്ത് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കോയിൽ കണക്ട് ചെയ്തേക്കുന്ന ഇതിലേക്ക് രണ്ടിലും നന്നായിട്ട് പശയിടുക. ഇനി അടുത്തായിട്ട് ഈ ഒരു കോയിലിൻ്റെ പേപ്പറിൻ്റെ ചുറ്റിന് നന്നായിട്ട് റൗണ്ട് ചെയ്ത് പശയിടുക. ഇനി അടുത്തായിട്ട് പശയിടാനുള്ള ഈ ഒരു ഫ്രെയിമിന് ചുറ്റുമാണ്. ഇതും ഫുള്ളായിട്ട് റൗണ്ടിൽ പശയിട്ടെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കോൺ പേപ്പർ വെച്ച് ഒട്ടിച്ചെടുത്താൽ മതി. കോൺ പേപ്പർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പശ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആയിക്കോളും. അതുപോലെ ഈ ഒരു സൈഡിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കുക, എല്ലാ സൈഡും കറക്റ്റായിട്ട് ചേർന്നിരിക്കാനായിട്ട്. ഇനി അടുത്തായിട്ട് ഇവിടെയും നന്നായിട്ട് പശയിട്ട് കൊടുക്കണം. ഈ ഒരു പശ ഉള്ളിലേക്ക് പോകാതെ നോക്കണം. ഇപ്പോൾ സ്പീക്കർ ആയാലും ബൂഫർ ആയാലും അതല്ലെങ്കിൽ സബ് ബൂഫർ ആയാലും ഇതേ രീതി തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പം ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുവാണ്. ഇതിപ്പോൾ ശരിക്കും ഉണങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ സ്പീക്കറിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ചുറ്റിനും ഒന്നുകൂടി പശയിട്ട് ഈ ഒരു സൈഡിലെ ബീഡിങ് കൂടി ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് സ്ക്രൂവിൻ്റെ ഹോളൊക്കെ കറക്റ്റ് വരുന്ന രീതി വേണം നോക്കി ഒട്ടിക്കാൻ. അപ്പോൾ ഇനി ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം സ്പീക്കർ കമത്തി വെച്ചൊന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ ഇതുപോലെ വെക്കുന്ന സമയത്ത് മുകളിൽ എന്തെങ്കിലും വെയിറ്റും കൂടി കുറച്ച് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കറക്റ്റായിട്ട് ചേർന്നിരുന്ന് ഒട്ടിക്കോളും. ഇനി ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു ഡസ്റ്റ് ക്യാപ്പും കൂടി ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയും ചുറ്റിനും പശയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ ബൂഫറിൻ്റെ അല്ലെങ്കിൽ സബ് ബൂഫറിൻ്റെയൊക്കെ കോൺ പേപ്പർ ചേഞ്ച് ചെയ്തിടുന്ന പരിപാടി. ഇനി ഇതിൻ്റെ മുകളിലും ചെറിയ വെയിറ്റ് എന്തെങ്കിലും വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കറക്റ്റ് ചേർന്നിരുന്ന് ഒട്ടിക്കോളും. ഇതിന് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കാറുള്ളൂ. ഒരു ദിവസമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കൈകളിലും ഇതുപോലെ പഴയ സ്പീക്കറോ ബൂഫറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കോൺ പേപ്പർ പോയതാണെങ്കിൽ ഇതുപോലെ ചേഞ്ച് ചെയ്താൽ മതി. ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് കിട്ടുന്ന ഷോപ്പുകളിൽ ഇങ്ങനെയുള്ള കോൺ പേപ്പറുകൾ മേടിക്കാൻ കിട്ടുന്നതാണ്. അതുപോലെ അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ കോയിലൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയ കോയിൽ ഇടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി അടുത്തായിട്ട് ഈ സ്പീക്കർ വർക്ക് ചെയ്ച്ചും കൂടി ഒന്ന് കേൾപ്പിക്കാം. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് അധികം നേരം പാട്ടൊന്നും പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇതുപോലെ പഴയ കംപ്ലൈൻ്റ് ആയ സ്പീക്കറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ ആർക്കും സ്വയമേ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി പഴയ സ്പീക്കറുകൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ആക്രിക്കടകളിൽ ചെല്ലുവാണെങ്കിൽ ഇങ്ങനെയുള്ള പഴയ സ്പീക്കറുകളൊക്കെ കിട്ടും. അതൊക്കെ മേടിച്ച് ഇതുപോലെ ചെയ്ത് പഠിച്ചെടുത്താൽ മതി. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇതേപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ മതി. അതും അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കാം. അതുപോലെ ഞാനിവിടെ ഇതിൻ്റെ സ്പെയറുകളൊക്കെ മേടിച്ച ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കാത്തതിൻ്റെ കാരണം ആ ഒരു ഷോപ്പിൽ കൊറിയർ സർവീസ് ഇല്ലാത്തതുകൊണ്ടാണ്. അതുപോലെ സ്പീക്കറുകളൊന്നും നിലവിൽ ആ ഒരു ഷോപ്പിൽ സർവീസ് ചെയ്തും കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള സ്പെയറുകളൊക്കെ മേടിച്ച് താല്പര്യമുള്ളവർക്ക് ട്രൈ നോക്കാം. അങ്ങനെയൊക്കെയൊരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം.